നമ്മളിപ്പം ആലപ്പുഴ ജില്ലയിലെ നെടുമുടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. ഇവിടെ ഒരു കടയുണ്ട്. ഞാനിപ്പോൾ ബസ്സിന് ഇവിടെ വന്ന് ഇറങ്ങിയുള്ളൂ ചങ്ങനാശ്ശേരിയിൽ നിന്ന്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കാണാമെന്ന് ചോദിച്ചാണേ. അപ്പോൾ നമുക്കൊരു ചായയൊക്കെ കുടിച്ചിട്ട് കാഴ്ചകളൊക്കെ കാണാൻ പോകാം കേട്ടോ. വട, ചൂട് വടയുണ്ട് കേട്ടോ. അത് ആയിക്കൊണ്ടിരിക്കുന്നത്. വട ഓരാറായോ? കോരിക്കേ കുറച്ച് കോരിക്കേ. നല്ല ചൂട് വട കേട്ടോ. ഇന്നോടൊക്കെ തിരക്ക് കൂടി. നിങ്ങളെവിടെയാ? സ്ഥലം എവിടെ? തെങ്കാശി. പേരെന്നാ? ഇയാളുടെ പേരെന്നാ? സെൽവം. ഇവിടെ കുറേ നാളായ കച്ചവടം ആണല്ലേ? ആ, ഇതാ പരിപ്പോടെ ഉഴുന്നോടെ ഉണ്ട്, ഉള്ളിയോടെ ഉണ്ട്, ഇതാ ബോണ്ട ഉണ്ട്. ബോണ്ട ഇതൊരു ഫുഡുണ്ടാ പറയാം കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു പൈസയുടെ കടയാണ്. ഇവിടെ ഒരു കോഴിക്കട ഉണ്ട്. പക്ഷേ കോഴിക്കടയൊക്കെ ഇന്ന് അവധിയാണ് കേട്ടോ. പക്ഷേ ഇവിടെ നിന്ന് നമ്മൾ അങ്ങോട്ട് നോക്കുമ്പോഴല്ലോ ആ കുട്ടനാടിന് തനിയായ കാഴ്ച കേട്ടോ. വയൽപ്പാടങ്ങളും നെൽപ്പാടങ്ങളും ഒക്കെ ഇങ്ങനെ കൊയ്യാറായും കൊയ്തും ഒക്കെ കിടക്കുന്ന സ്ഥലങ്ങളെ. നമ്മളിപ്പം ബസ് ഇറങ്ങിയതേ കുറച്ച് ഇങ്ങോട്ട് വന്നിട്ടാണ് ബസ് ഇറങ്ങിയ കേട്ടോ. നമുക്ക് ഈ പാലം കിടന്ന് നെടുമുടി പാലം ഇതേ. ഈ പാലം കിടന്ന് അപ്പുറത്ത് പോയിട്ട് ബോട്ട് കയറ്റിയൊക്കെ ഉണ്ട്. പോകുന്ന വഴിക്കുള്ള കുറേ കാഴ്ചകളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് കാണാം. ഞാൻ ഇങ്ങോട്ട് വന്നതേ ചങ്ങനാശ്ശേരി വന്നിട്ട് ചങ്ങനാശ്ശേരിയിൽ നിന്ന് ആലപ്പുഴ ബസ്സിന് കയറി AC റോഡാണ് ഇങ്ങോട്ട് വന്നത്. ഇപ്പം നമ്മൾ AC റോഡിലാണ് ഉള്ളത് കേട്ടോ. അപ്പം ബസ്സുകാർ എനിക്ക് ഇവിടെ സ്ഥലം കറക്റ്റ് സ്റ്റോപ്പർ ചെയ്തില്ലാത്തതുകൊണ്ട് കുറച്ച് പുറകിലാണ് പോയി ഇറങ്ങിയതേ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഈ പാലത്തെ കൂടെ നമ്മൾ മുന്നോട്ട് നടക്കുകയാണ്. മുന്നിൽ ചെന്നിട്ട് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ കണ്ടുവരാം. ഇപ്പം നമ്മൾ ഈ പാലത്തിൻ്റെ സെൻട്രൽ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ താഴെയാണ് ഈ നെടുമുടി ബോട്ട് കെട്ടിയൊക്കെ. ഇതോ കാണുന്നുണ്ടോ? 2 ബോട്ടുകളൊക്കെ ഇവിടെ കിടപ്പുണ്ട്. ഒരെണ്ണം എങ്ങോട്ടോ പോകുന്നുണ്ട്. ഓ, ഇവിടെ നോക്കുമ്പോൾ എന്നാ ഒരു ബ്യൂട്ടി എന്ന് നോക്കി ആ ഭാഗം. അവിടെ ഒരു മേൽപ്പാലം, പിന്നെ ഷാലോം കോംപ്ലക്സ് എന്ന് പറഞ്ഞൊരു കോംപ്ലക്സ് ഒക്കെ ഉണ്ട്. ഇത് ആ ബോട്ട് പോവുകയാണല്ലോ. അതെങ്ങോട്ടാ പോകണമെന്ന് അറിയത്തില്ല. ചെറിയ ദൂരത്തിലായിരുന്നെങ്കിലും ഒരു യാത്രയ്ക്ക് ചെയ്തു വരാമായിരുന്നു. ഇതിലെയുള്ള സ്ഥലങ്ങളിൽ കൂടെ ഒക്കെ എങ്ങനെയായി ബോട്ട് യാത്ര ചെയ്യാൻ നല്ല രസമുള്ള പരിപാടിയാണ്. ആ ബോട്ട് അതോ അങ്ങോട്ട് അടുപ്പിക്കുകയാണോ? ഏതായാലും നമുക്ക് ഒന്ന് ചെന്ന് നോക്കാം. കായൽ അവിടുന്ന് അതാ ഒരു ഉല്ലാസ നൗക അതിലെ വരുന്നുണ്ടോ. അതിന് ഇടയ്ക്കൂടെ കുറച്ച് നല്ല രസമുണ്ടല്ലോ നടക്കാനൊക്കെ. നമുക്ക് അതിലെ ഇറങ്ങിയൊക്കെ ഒന്ന് നടക്കാൻ പറ്റുമോ നോക്കാം. അവിടെ 3 ബോട്ടുണ്ട് കേട്ടോ. ഒരെണ്ണം അതിൻ്റെ അടിയിൽ കൂടി ഇങ്ങോട്ട് പോകണേ. ഇതെങ്ങോട്ട് പോകുന്നതെന്ന് അറിയത്തില്ല. നോക്കാം. ഏതായാലും ഒരെണ്ണം അങ്ങോട്ട് അടുപ്പിച്ചു. ശരിക്കും നമ്മൾ ബസ് ഇറങ്ങേണ്ടത് ആ ബസ് വരുന്നുണ്ടോ അവിടെ ഒരു തണൽ പോലെ കാണുന്ന സ്ഥലം അവിടെ ആയിരുന്നു ഇറങ്ങേണ്ടത് കേട്ടോ. പക്ഷേ നമ്മൾ കുറച്ച് പുറകോട്ട് പോയി. അതുകൊണ്ടൊരു ഗുണം കിട്ടി. ആ ഒരു പെട്ടിക്കടയൊക്കെ നമുക്ക് അവിടെ നിന്ന് ആ ഒരു ചായ കുടിക്കാനും അതിൻ്റെ ഒരു വീഡിയോ എടുക്കാനൊക്കെ പറ്റിയത്. ആ ബോട്ട് കെട്ടിയിലോട്ട് പോകുന്ന വഴി ഇതാ കേട്ടോ. ഈ താഴെക്കൂടെ ഇങ്ങനെ അങ്ങനെ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ അവിടെ പോയിട്ട് അങ്ങേ അറ്റത്ത് ചെന്നേച്ച് അവിടെ നിന്ന് തിരിഞ്ഞു വേണം ഇങ്ങോട്ട് വരാനായിട്ട്. കുറേ അധികം ദൂരം നടപ്പായി. നെടുമുടി എന്ന് പറയുന്ന കറക്റ്റ് സ്ഥലം ഇതാണ് കേട്ടോ. ഇവിടെയായിരുന്നു നമ്മൾ ബസ് ഇറങ്ങേണ്ടിയ സ്ഥലം. കുഴപ്പമില്ല, നമുക്ക് വരുന്ന വഴി കുറച്ച് കാഴ്ചകളൊക്കെ കാണാൻ പറ്റിയില്ലേ. വഴിയോര കാഴ്ചകൾ. ഇതാണ് ബോട്ട് ജെട്ടിയിലോട്ട് പോകുന്ന വഴി കേട്ടോ. നമുക്ക് ബോട്ട് ജെട്ടിയിലോട്ട് പോയിട്ട് വരാവേ. ഒരു 100-300 മീറ്റർ നമുക്ക് മുന്നോട്ട് നടക്കാനുണ്ട് ഇതിൽ. ഈ മരത്തിൻ്റെ തണലിൽ കൂടെ ഒക്കെ എങ്ങനെ അങ്ങ് പോകാമല്ലേ. വഴിസൈഡിലുള്ള കടകളെല്ലാം അടച്ചിട്ടിരിക്കുക. ഇനി കടയും തുറന്നിട്ടില്ല. ഇതുണ്ടോ നമ്മൾ ആ പാലത്തിന് മുകളിൽ കൂടെ ഇങ്ങോട്ട് വന്നോ കേട്ടോ. ഇല്ലെങ്കിൽ വന്നു കഴിയുമ്പോഴത്തേക്കും ഇതിവിടെ ഒരു പള്ളിയിലേക്ക് കയറി പോകുന്ന വഴി കാണാം. മേരി ക്യൂൻസ് മരിയൻ തീർത്ഥാടന കേന്ദ്രം, വിജയപുരം രൂപത, നെടുമുടി. ആ പള്ളിയിലോട്ട് പോകുന്ന വഴിക്ക് പള്ളിയുടെ ഭാഗത്ത് ഇവിടെ ഗ്രോട്ടോ ഒക്കെ ഉണ്ട്. പള്ളി നമുക്ക് കാണാം കേട്ടോ. അതുകൊണ്ട് അകത്തോട്ട് കയറി ആ പള്ളി ഇരിക്കുന്നുണ്ടോ. ആ തെങ്ങിൻ്റെയൊക്കെ ഇടയ്ക്കായിട്ട് നല്ല ഭംഗിയുള്ളൊരു പള്ളിയാണ് അവിടെ ഉള്ളത്. നെടുമുടി സിറ്റി, നെടുമുടി പാലത്തിൻ്റെ അടിവശം കേട്ടോ. നമ്മൾ ആ പാലത്തിന് മുകളിൽ ഇങ്ങനെ വന്നേ.
ഇതൊക്കെ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പാലമൊക്കെ വന്നിട്ടിപ്പോൾ കുറച്ചേ ആയിട്ടുള്ളത്. അത് ഈ താഴെക്കൂടി ഇങ്ങനെ ആയിരുന്നു റോഡൊക്കെ ഉണ്ടായിരുന്നത്. AC റോഡിൻ്റെ പണി ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു റോഡാണ്. നമ്മൾ നടക്കുന്ന AC റോഡേ അല്ല കേട്ടോ. നമുക്ക് ഈ വഴി ഇങ്ങനെ പോകണം. ഇന്ന് കടകളെല്ലാം അടവാ. അതിന് കാരണം എന്താ വെച്ചാൽ ഇന്ന് ദുഃഖവെള്ളിയാഴ്ച കേട്ടോ. ദുഃഖവെള്ളിയാഴ്ചയാണ് നമ്മൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ കടകളെല്ലാം മൊത്തത്തിൽ അടവ്. എല്ലായിടത്തും നിന്ന് മിക്കവാറും അടവായിരിക്കും. നമ്മൾ ആ റോട്ടിൽ നിന്ന് കണ്ട ഷാലോം കോംപ്ലക്സ് ആണ് ഈ കാണുന്നത്. നെടുമുടിയിലെ ബോട്ടിയെട്ടിയിലേക്കുള്ള എൻട്രൻസ് ഇവിടെ ആണ് കേട്ടോ. റോഡ് ഇവിടെ അവസാനിക്കുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ റോഡ് ഇവിടെ വരെ ഉള്ളൂ. ഇതാണ് ബോട്ടിയെട്ടി. നമുക്ക് ബോട്ടിയെട്ടിൽ കയറിയാൽ ബോട്ടുകളൊക്കെ കാണാം. ഈ സൈഡിൽ നിന്ന് കായലിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് പോവാം. അങ്ങോട്ടൊക്കെ കുറേ വീടുകളൊക്കെ ഉണ്ട്. ഇവിടെ ബോട്ടുകൾ കിടപ്പുണ്ട്. ഇപ്പോഴിത് എങ്ങോട്ട് പോകുന്നതെന്ന് അറിയില്ല. ഇന്ന് സർവീസ് ഉണ്ടോയെന്നും അറിയില്ല. ആ പാലത്തിൻ്റെ കാഴ്ച നോക്കി. നമ്മൾ ആ പാലത്തിന് മുകളിൽ കൂടെ അതിലേ ഇങ്ങോട്ട് നടന്നു പോകുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മൾ ബോട്ട് യാത്ര ചെയ്യുന്നില്ല കേട്ടോ. ഇപ്പം തന്നെ മണി 3 ഇനിയിപ്പോൾ നമ്മൾ ബോട്ടിലും കൂടെ കയറിയാൽ സമയം ഒരുപാടാവും പോയിട്ട് വരാനായിട്ട്. ഈ ബോട്ട് പോകുന്ന സ്ഥലത്ത് പോയിട്ട് അങ്ങോട്ടുള്ള റണ്ണിങ് ടൈം തന്നെ 1 മണിക്കൂറാവുമെന്ന് പറഞ്ഞു. അപ്പോൾ തിരിച്ചു വരുമ്പോഴോ അതിലും കൂടുതലാവും. അതുകൊണ്ട് നമ്മൾ ബോട്ട് യാത്ര വേണ്ടെന്ന് വെച്ചു. പിന്നീട് എപ്പോഴെങ്കിലും ഒരു ദിവസം വരുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ബോട്ട് യാത്രയൊക്കെ നടത്താം. ഈ പാലത്തിൻ്റെ ചോട്ടിൽ കൂടെ ഈ സൈഡിൽ കൂടെ നമുക്കൊന്ന് പോയി നോക്കാവേ. ആ കായലിൻ്റെ അടുത്തോട്ട് ഒരു തെങ്ങൊക്കെ നിൽക്കുന്ന നോക്കി. ഈ വെള്ളത്തിലേക്ക് ചാഞ്ഞ് നിൽക്കുന്ന തെങ്ങിനൊക്കെ ഒരു പ്രത്യേക ഭംഗിയല്ലേ കാണാൻ. ഇനി നമുക്ക് ഈ സൈഡിൽ കൂടെ പോയി നോക്കാം കേട്ടോ. ആ കായലിൻ്റെ ഓരം തീർന്ന് ഇങ്ങനെ പോവുകയാണെങ്കിൽ നല്ല ഭംഗിയാണ് കാണാൻ. ഇത് കണ്ടോ, ഒരു സൈഡ് കായലും ഒരു സൈഡിൽ ഇങ്ങനെ ഈ ഒരു നടപ്പാതെ. ഇങ്ങനെ നമുക്ക് കുറച്ചൊന്ന് നടന്നു നോക്കാം. ഇപ്പോൾ ഒരാശാരി ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. എവിടെ പോയതാ? ഇതാണ് കാഴ്ച എന്നൊക്കെ പറയുന്നത് അല്ലേ. അവിടെ ബോട്ട് കിടക്കുന്നുണ്ടേ, ഉല്ലാസ ബോട്ടൊക്കെ. അപ്പം ഈ കായലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇച്ചിരി കൂടെ വൈകുന്നേരമായിട്ടാണെങ്കിൽ ആ വെയിലിൻ്റെ ഒരു വല്ലാത്ത ശല്യം ഉണ്ടാവത്തില്ല. അപ്പം ഇതിനുള്ളിൽ കൂടെ അങ്ങനെ പോയാൽ കുറേ വീടുകളൊക്കെ ഉണ്ട്. പിന്നെ ഇതാ ഇങ്ങനെ വരുമ്പോൾ ഇതുണ്ടോ, കയറാണോ ഇതിങ്ങനെ വെച്ചിരിക്കുക? കയറാണല്ലേ. ഇവിടെ ഈ കയർ നിർമ്മാണമൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു പദ്ധതിയൊക്കെ. ഇത് അപ്പുറത്തോട്ട് നോക്കി, അവിടെ എല്ലാം നെൽപ്പാടമാണേ. പക്ഷെ നെൽപ്പാടം കൊയ്ത് ഇതായിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ കൃഷി പോയതാണ് അവിടെ ഉള്ളവർ പറഞ്ഞത്. എന്തായാലും നമുക്ക് ഈ നെൽപ്പാടത്തിൻ്റെ കാഴ്ചകൾ ഇച്ചിരി ഒന്ന് അടുത്ത് പോയി ഒന്ന് കണ്ടിട്ട് വരാവേ. കൃഷി പോയതാണെന്നാണ് പറഞ്ഞത്. എന്നാലും ഇതിങ്ങനെ ചുവന്ന് കിടക്കുന്ന കാണാനായിട്ടേ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇഷ്ടംപോലെ കൊറ്റിയുണ്ട് കേട്ടോ അതിനകത്ത്. കൊറ്റികൾ കണ്ടോ പറക്കുന്ന നോക്കിയാൽ. നമ്മൾ കൈ ഓങ്ങി പോകുമ്പോൾ ഇങ്ങനെ പറക്കുവാണ്. ഇതാണ് കുട്ടനാടിൻ്റെ തനിയായ ഒരു കാഴ്ച എന്നൊക്കെ പറയുന്നത്. ഞാൻ ശരിക്കും പറഞ്ഞാലേ നമ്മുടെ 4K വില്ലേജ് ഇല്ലേ, 4K വില്ലേജിൻ്റെ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ മുതലേ വിചാരിച്ചാണ് ഇങ്ങനെയുള്ള ഒരു സ്ഥലത്തൊന്ന് വരണമെന്നുള്ളത്. ഏതായാലും അത് വരാൻ പറ്റി. അയാളുടെ ആ വീഡിയോ ഒക്കെ എന്ന് വെച്ചാൽ ഇവിടെ ഈ കുട്ടനാട് ഭാഗത്തൊക്കെ ഒന്ന് പുള്ളി നല്ല അടിപൊളി വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടേ. അതൊക്കെ ഒന്ന് കാണേണ്ടത് തന്നെയാണ്. ദൂരെ ആ പാലം ഇച്ചിരി കൂടെ ഭംഗിയായിട്ട് നമുക്ക് ഇവിടുന്ന് കാണാവേ. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോളേ തിരിഞ്ഞ് നോക്കുമ്പോൾ ഇത് കണ്ടോ, ഉല്ലാസ നൗക. ഇതൊക്കെ ഇവിടെ റെൻറ്റിനിട്ടിരിക്കുന്നതൊക്കെ ആയിരിക്കും മിക്കവാറും. പിന്നെ ഇവിടെ ഒരു കടവിലൊരു തോണിയൊക്കെ കിടപ്പുണ്ട്. ചെറിയ ഇളം കാറ്റിങ്ങനെ അടിക്കുന്നുണ്ട്. അത് കാരണം പറയുന്നത് കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പുറത്തെ ഒരു വലിയ ഹൗസ് ബോട്ട് കിടപ്പുണ്ട്. ഇതിലെ ഇങ്ങനെ ഈ വഴി കണ്ടോ, സൈഡിലെല്ലാം നല്ല ഭംഗിയുള്ള ചെറിയ ചെറിയ വീടുകളും. ഇതൊക്കെയാണ് കുട്ടനാടിൻ്റെ ഒരു തനതായ കാഴ്ച എന്നൊക്കെ പറയുന്നത്.
ആ പാലം കടന്നിട്ടേ അക്കരെ കൂടെ ഇതുപോലെ തന്നെ ഒരു വഴിയുണ്ട് കേട്ടോ. അതിലേയും കുറേ വീടുകളൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഒരു വഴി അങ്ങനെ പോകുന്നുണ്ട്. അതിലെ സൈക്കിളിലൊക്കെ ആൾക്കാർ പോകുന്നത് കാണാം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ആ ഒരു ബോട്ടിൻ്റെ കാഴ്ചകളൊക്കെ കാണാവേ. ഇവിടുത്തെ ഒരു ഗ്രാമഭംഗി എന്നൊക്കെ പറയുന്നത് ഇതുപോലെയൊക്കെയാണ് കേട്ടോ. ചെറിയ ചെറിയ വീടുകളുടെ ഇടയ്ക്കൂടെ നടക്കുന്ന ചെറിയ ഒരു വഴിയൊക്കെ. അപ്പോൾ നമുക്ക് ഇതിൽ ഇനിയും വീണ്ടും മുന്നോട്ട് ചെല്ലുമ്പം അപ്പുറത്തും ഇതുപോലെ ഉള്ള വഴിയാണ് കേട്ടോ. കുറച്ചിടയ്ക്ക് ഒരു തണലൊക്കെ കിട്ടിയായിരുന്നേ. എങ്ങനെയുണ്ട്? നമ്മുടെ ഇടുക്കിനെക്കാട്ടിലും ഭംഗിയുള്ള കാഴ്ചകളാണോ ഇവിടെ ഇപ്പോൾ നമുക്ക് കിട്ടുന്നതെന്ന് നോക്കി. നമ്മൾ അപ്പുറത്തുനിന്ന് കണ്ടേ ആ ഹൗസ് ബോട്ട് ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. ഈ തെങ്ങിൻ്റെയൊക്കെ മറവിലായിട്ടിങ്ങനെ ഒരു പ്രത്യേക ഭംഗിയൊക്കെ അല്ലേ കാണാൻ. അക്കരെ ഇക്കരെ ഏകദേശം സെയിം കാഴ്ചകളാണ് കേട്ടോ. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ തോന്നുന്നു ഇവിടെയാണ് നല്ല ഭംഗിയുള്ള കാഴ്ചകളെന്ന്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ കുറച്ച് മഞ്ഞ പൂക്കൾ നിൽക്കുന്നുണ്ടോ. പൂക്കൾ കണ്ടാൽ പിന്നെ നമ്മൾ വിടത്തില്ലല്ലോ, അറിയാലോ. ഇതിലിപ്പോൾ ആ ഒരു യാത്രാ ബോട്ടോ എന്തെങ്കിലുമൊക്കെ പോകുമായിരുന്നാൽ കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ദുഃഖ വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇന്ന് വലിയ യാത്രാ പരിപാടികളൊന്നും ആരും ഇല്ല. അപ്പോൾ ഇനിയിപ്പോൾ വഴി ഇതാ ഇങ്ങോട്ടാണ് പോകുന്നത് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കടന്ന് ഇനിയിപ്പോൾ അപ്പുറത്താണ് വെള്ളമുള്ളത്. പക്ഷേ ഇവിടെ കണ്ടോ നല്ല തെങ്ങും തൈയൊക്കെ കണ്ടോ. നല്ല അടിപൊളി തെങ്ങും തൈകളും വലിയ തെങ്ങും അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീടുകൾ. ഈ നെറ്റ് വെച്ചിരിക്കുന്നുണ്ട്, അതിനൊരു പ്രത്യേക കളറാണ്. പലതരം കളറുള്ള നെറ്റ് കൊണ്ട് ഇങ്ങനെ അവർ വെയിലടിക്കാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ മറച്ചേക്കുവാണേ. കൊള്ളാമല്ലേ ആ നെറ്റിൻ്റെ ഒരു പരിപാടി. ഇത് ഈ വഴിയൊരേ രസമുണ്ടല്ലേ. ഇങ്ങനെ കുറച്ചിനി വന്നിട്ട് വീണ്ടും അപ്പുറത്ത് ആ കായലിൻ്റെ അടുത്തേക്ക് ആയിരിക്കും ഇതിങ്ങനെ തിരിഞ്ഞു പോവുക. അതോ വേറെ ഏതെങ്കിലും വഴിക്കൂടെ ആണോ എന്ന് അറിയത്തില്ല. നമ്മളിപ്പോൾ കുറച്ച് നേരമായിട്ട് ഇങ്ങനെ നടക്കുവാണേ. മാവിൽ നിന്ന് മാങ്ങയില്ലല്ലോ. അത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ കേട്ടോ. അതിലേ ഇങ്ങനെ തിരിഞ്ഞ് കയറി വന്നപ്പോൾ വീണ്ടും നമ്മൾ ആ വെള്ളത്തിൻ്റെ അടുത്തേക്ക് വന്നേ. ഇവിടെയും ആ കളറുള്ള നെറ്റൊക്കെ ഉണ്ട്. പിന്നെ അവിടെ കണ്ടോ ആ വീടിൻ്റെ മതിലിന് നല്ല ഭംഗിയുള്ള പെയിൻ്റ് അടിച്ചേക്കുന്നത്. അങ്ങോട്ട് ചെല്ലുമ്പോൾ നമുക്ക് കാണാവേ. എന്താ ഇവിടെയൊക്കെ കടവൊക്കെ ഇങ്ങനെയാണേ. ഈ പോള ഇങ്ങനെ കയറി കിടക്കാം ഇവിടെ എല്ലാം കൂടുതലായിട്ടും. പിന്നെ അപ്പുറത്തൂടെ ആ വഴി അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. ഇത് കുറേ നടക്കാനുണ്ട്. ഈ ഒരു വീടിൻ്റെ മതിലൊക്കെ ഗേറ്റൊക്കെ ചെയ്തേക്കുന്നുണ്ടോ. ഒത്തിരി ഭംഗിയുണ്ടല്ലേ കാണാൻ. വീട്ടിലോട്ട് നമ്മളങ്ങനെ ഫോക്കസ് ചെയ്യുന്നില്ല. വീടുകളിലോട്ട് ഫോക്കസ് ചെയ്താൽ ശരിയാവത്തില്ല. ഇവിടെ നല്ലൊരു ടേണിംഗ് ആയിട്ട് വരുന്ന സ്ഥലമാണേ. കുറച്ച് തെങ്ങൊക്കെ കൂടെ ഇങ്ങനെ നിൽക്കുന്നു. ആ വഴി അങ്ങനെ പോകുന്നുണ്ടോ. ഇത് നമുക്ക് നടക്കാനാണ്, ഒത്തിരി നടക്കാനുണ്ട് കേട്ടോ. കുറച്ചൊന്നുമല്ലേ. ഇതവിടെ ഇങ്ങനെ ഒരു കടവൊക്കെ ആയിട്ട് വെള്ളമൊക്കെ രസമുണ്ട് കേട്ടോ കാണാൻ. നമുക്ക് എന്തായാലും കുറച്ചും കൂടെ മുന്നോട്ടൊന്ന് പോയിട്ട് വരാവേ. ഇനിയിപ്പം വേറൊരു രീതിയിലുള്ള കാഴ്ചകളാണ്. സൈഡിൽ വെള്ളത്തിൻ്റെ കാഴ്ചകളുണ്ട്. പക്ഷേ വഴിക്ക് ഇവിടെ വന്നപ്പോൾ ഇച്ചിരി വീതി കുറവുള്ള പോലെയൊക്കെ. പക്ഷെ നമ്മൾ ഇനിയുണ്ടല്ലോ ഒത്തിരി ദൂരം പുറകോട്ട് തിരിച്ച് നടക്കണം. അതാണ് ഈ വന്ന എത്രയും ദൂരം. അവിടെ നിന്നൊരു ചേട്ടൻ സൈക്കിളിൽ ഇങ്ങോട്ട് വരുന്നുണ്ടേ. ഇപ്പോൾ സൂര്യൻ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് എങ്ങനെ ഇത് കാണാൻ പറ്റുമെന്ന് അറിയില്ല. പള്ളി പോ. എന്നാ പോട്ടു. അപ്പുറത്തും ഉണ്ടോ അതിലേ നമ്മളിങ്ങോട്ട് നടന്നു വന്നോ കേട്ടോ. ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഈ വെള്ളമൊക്കെ ഇങ്ങനെ കയറി കിടക്കുന്നുണ്ട്. പിന്നെ ആ വെള്ളത്തിൻ്റെ നടുക്കായിട്ടുണ്ട് അവിടെ ഒരു എന്തോ ഒരു സംഭവം ഉണ്ട് അവിടെ. അതുപോലെ ഈ മീൻ പിടിക്കാനായിട്ട് വലയിലിടുന്ന ബോളാണ് ഈ കിടക്കുന്നതല്ല, പല കളറിലായിട്ട്. ഈ ഭാഗത്തൊക്കെ എന്തൊക്കെയോ കൃഷികളായിരുന്നു, പച്ചക്കറി കൃഷി എന്തൊക്കെയോ ചെയ്തതായിരുന്നേ. അതിൻ്റെ എല്ലാം ഒരു കാലാവധി കഴിഞ്ഞ് പോയെന്ന് തോന്നുന്നു കേട്ടോ. കാരണം അതിനിയിപ്പോൾ ഇങ്ങനെ തന്നെ കിടക്കും അവിടെ. ഈ വഴിക്ക് നമുക്ക് ഇനിയും കുറേ കൂടെ മുന്നോട്ട് പോകാനുണ്ടേ.
അപ്പോൾ നമ്മൾ വേറൊരു സംഭവം വഴിക്കുന്നില്ല, കയറാന്ന് പറഞ്ഞില്ലേ, കയറല്ല കേട്ടോ, ഇതിങ്ങനെ ഇത് കണ്ടോ, ഈ സംഭവമാണ് കയറ്. ചകിരി കൊണ്ടുള്ളത് തന്നെയാണ്. ഇതിങ്ങനെ വെച്ചിട്ട് ഇവർ ഇങ്ങോട്ട് വെള്ളം തല്ലി കയറാതിരിക്കാനോ എന്തോ ഒരു പരിപാടിയാണ് ഇത് കേട്ടോ. ഇതുണ്ട് ഈ വഴിസൈഡിലെല്ലാം ഉണ്ട്, അതിങ്ങനെ നിരത്തിയിട്ടിരിക്കുന്നത്. ഇത് നമുക്ക് കുറച്ച് ഇതിലേ ഇങ്ങനെ ഒന്ന് പോയേക്കാം. അവിടെ കുറച്ച് തോണിയൊക്കെ കിടപ്പുണ്ടേ, വള്ളവുമൊക്കെ. ഫൈബറാണോ തടിയാണോ എന്നറിയില്ല, ഇപ്പം മിക്കവാറും ഫൈബർ വള്ളങ്ങളല്ലേ വരുന്നത്. ഇവിടെയുണ്ട് നമ്മൾ ആ കണ്ട പോലത്തെ ആ ചകിരി കൊണ്ടുള്ള സംഭവം ഇത് അവിടെയും കൊണ്ട് കൂട്ടിയിട്ടുണ്ടേ. ഇതിങ്ങനെ മണ്ണിനോട് അടുപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ണ് ഒലിച്ചു പോകാതിരിക്കാനുള്ളൊരു പദ്ധതിയാണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് കണ്ടോ കുറേ വള്ളം കിടക്കുന്നേ. ഈ വള്ളത്തിലൊക്കെ കയറി ഇതിൻ്റെ ഉള്ളിൽ കൂടെ യാത്ര ചെയ്യുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നേ. നമ്മൾ ഇടുക്കി കാഴ്ചകളൊക്കെ കണ്ട് മടുത്ത് കഴിയുമ്പോൾ ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണുമ്പോൾ ഒരു രസമുണ്ട്. പക്ഷേ നമ്മുടെ ഇടുക്കി കാഴ്ചകളാണ് എപ്പോഴും ബെറ്റർ. ഇത് വെള്ളത്തിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് എപ്പോഴും കാണാൻ ഒരു വലിയൊരു ആഗ്രഹമൊന്നും തോന്നുകയില്ല. ഇപ്പം നമ്മൾ കുറേ ദൂരം ഇങ്ങനെ വന്നു കേട്ടോ. ആ ബോട്ട് കെട്ടിയുടെ അവിടെ നിന്ന് എല്ലാം കൂടെ ഒരു 2 കിലോമീറ്ററോളം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നടന്നേ. എന്നാലും ഒരു മടുപ്പൊന്നും തോന്നുന്നില്ല കേട്ടോ, ഒരു രസമുണ്ട് ഇല്ല ഇങ്ങനെ നടക്കാൻ. ഇനിയിപ്പോൾ അങ്ങോട്ടുള്ളത് എങ്ങനെയാണെന്ന് അറിയത്തില്ല കേട്ടോ. ഈ പോകുന്ന വഴിക്കെല്ലാം വെള്ളമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഇവിടെയൊക്കെ ഇച്ചിരി ഒരു മരങ്ങളൊക്കെ നിൽക്കുന്നതുകൊണ്ട് ഒരു ചെറിയ ആശ്വാസമുണ്ട് ചൂടിനൊക്കെ. വഴി ഇവിടെ കൊണ്ടും തീരുന്നില്ല. ഇതാ മുന്നോട്ട് പിന്നെയും പോവാണ് കേട്ടോ. നമുക്ക് കുറച്ച് കുട്ടനാടൻ കാഴ്ചകളൊക്കെ കണ്ടുപോകാമെന്ന് വിചാരിച്ചാണ് ഞാൻ പറഞ്ഞത്. നേരത്തെ പറഞ്ഞില്ല, ആ ഒരു ചകിരിയുടെ സംഭവം ഇതാ ഈ വഴി സൈഡിൽ ഈ തെങ്ങിൻ്റെ ചോട്ടിൽ കൂടെ എല്ലാം ഇങ്ങനെ വെച്ചിട്ടുണ്ടേ. അപ്പോൾ ഈ വെള്ളം കയറി മണ്ണ് ഊർന്നു പോകാതിരിക്കാനുള്ള സംവിധാനമാണ് ഇത്. അതാണ് അതിൻ്റെ ഒരു കാര്യമെന്ന് പറയുന്നത്. അതിൻ്റെ ഇടയ്ക്ക് അവിടെ കണ്ടോ ഒരു വീട്, ഒരു മഞ്ഞ പെയിൻ്റൊക്കെ അടിച്ചിട്ട്. തെങ്ങുണ്ട് കേട്ടോ, ഇവിടെ ഇഷ്ടം പോലെ തെങ്ങുണ്ടേ. വഴി പിന്നെ അങ്ങോട്ട് പോവാണേ. അവിടെ എന്തോ ഒരു അമ്പലം എന്തോ സംഭവമാണ്. അത് നമുക്ക് അവിടം വരെ ഒന്ന് പോയിട്ട് വരാം അല്ലേ. ഇതാ ഇവിടെയും കുറേ വെള്ളമൊക്കെ ഇങ്ങനെ കെട്ടിക്കിടക്കണതാണ്. അതിനിടയ്ക്ക് ഈ മരത്തിൻ്റെയൊക്കെ തെങ്ങിൻ്റെയൊക്കെ കൂടെ ഇടയ്ക്കൂടെ അക്കരെ അവിടെ ഒരു വീട് കാണാവേ, കണ്ടോ. ഇതാ മാവുണ്ട് ഈ വീടിൻ്റെ മുറ്റത്തെ, മാവിൻ ചോട്ടിലൊരു വീട്. അപ്പം ഈ ഒരു അതിൻ്റെ അപ്പുറേ അത് അമ്പലമാണോ അതോ വേറെ എന്തെങ്കിലും സംഭവമാണോ എന്ന് അറിയത്തില്ല. അവിടെ ഒരു ഗോപുരം പോലെയൊക്കെ എന്തൊക്കെയോ കെട്ടി വെച്ചിട്ടുണ്ട്. ഇന്നലെ കയറി താമസമായിരുന്നോ വീടുകളിൽ നിന്ന് അറിയത്തില്ല. അമ്പലമാണെന്ന് തോന്നുന്നു കേട്ടോ. അവിടെ ഒരു ഗോപുരം പോലെയൊക്കെ കാണുന്നുണ്ട്. നമുക്ക് എന്തായാലും അവിടം വരേക്ക് ഒന്ന് പോയിട്ട് വരാം. നോക്കിയാൽ ഇങ്ങോട്ടൊക്കെ ഉള്ളൊരു ഭംഗിയുണ്ടോ. അപ്പുറത്ത് വയൽ, ഈ ഒരു സൈഡ് വെള്ളം, നടുവിൽ കൂടി റോഡ്. ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ആ കണ്ണം കണ്ടോ. അപ്പോൾ അത് കൊയ്ത്തെല്ലാം കഴിഞ്ഞ കേട്ടോ. ഇവിടെ കുറേ വെള്ളം ഇങ്ങനെ ചാടുന്നുണ്ടേ. നമ്മൾ നിൽക്കുന്ന ഒരു ചെറിയ പാലത്തിന് മുകളിലാണ്. പാലത്തിന് മുകളിൽ ഈ വെള്ളം ഇതിനടിയിൽ കൂടെ വന്നിട്ട് എങ്ങനെ ഒഴുകുന്നുണ്ടോ. അപ്പോൾ കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് വന്നു കേട്ടോ. അപ്പോൾ ഇതൊരു അമ്പലമാണ് കേട്ടോ അവിടെ. ആ അമ്പലത്തിൻ്റെ ഒരു ഫ്രണ്ടിലേക്ക് തന്നെ നമ്മൾ വന്നേ. കുറച്ച് പിള്ളേരൊക്കെ അവിടെ കളിക്കുന്നുണ്ട്. ഇവിടെ അമ്പലത്തിൽ എന്തോ പരിപാടി ഉണ്ടായിരുന്നു തോന്നുന്നു. പന്തലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ. ഒരു SNDP അമ്പലമാണെന്ന് തോന്നുന്നു കേട്ടോ. അതെ. അപ്പോൾ ഇതിൻ്റെ അപ്പുറം ഒരു കടവും കൂടെ ഉണ്ട്. അവിടം വരെ പോയിട്ട് നമുക്ക് തിരിച്ചു വരാവേ. ഈ അമ്പലമൊക്കെ ഒരു നല്ല ഭംഗിയില്ല കാണാൻ അല്ലേ. അതെ. അതുകൊണ്ട് അവിടെ വലിയൊരു സംഭവം ഉണ്ട് കേട്ടോ. വലിയൊരു തോണി അവിടെ കിടപ്പുണ്ടേ. അതിനൊരു പേര് എഴുതിയിട്ടുണ്ട്, ശിവശക്തിയോ ഓം ശക്തിന്ന്. കണ്ടോ ഇത്രയും വലിപ്പമുള്ള ചുണ്ടൻ വള്ളമൊക്കെ കണ്ടിട്ടുണ്ടോ. നമ്മൾ നേരിട്ടിപ്പോൾ ആദ്യമായിട്ട് കാണും കേട്ടോ. അപ്പോൾ അതിലൊരു ബോട്ട് വരുന്നുണ്ടെന്ന് തോന്നുന്നേ. ഈ ഒരു ചുണ്ടൻ വള്ളം നോക്കി എന്നാ ഒരു രസം നോക്കി. ഇതിൻ്റെ നീളം കേട്ടോ, എന്നാ നീളം നോക്കിയത്. ഗവട്ടം വരെയുണ്ട് കേട്ടോ, നല്ല നീളം അതിനെ. അങ്ങനെ നോക്കിയപ്പോൾ അതാ അതിലെ ഒരു ചുണ്ടൻ പോകുന്നതാണോ. ഒരു യന്ത്രമൊക്കെ ഘടിപ്പിച്ച വള്ളം പോകുന്നുണ്ടേ. അതിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത്.
ഇത് പഴയ മോഡലുള്ള വീടാണോ വേറെ എന്തെങ്കിലും ഒരു പഴയ വീടായിരുന്നു തോന്നുന്നു അല്ലേ. ഒരു പഴയ നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇതുണ്ടോ? ഇവിടെയാണ് കേട്ടോ ശരിക്കും നമുക്കൊരു ആസ്വാദനം കിട്ടുന്ന ഒരു സ്ഥലം. ഒരു സൈഡിൽ ആ തെങ്ങുകളെല്ലാം വെള്ളത്തിലോട്ട് ഇങ്ങനെ ചാഞ്ഞ് കിടക്കുവാണ്. പിന്നെ ഈ ഒരു റോഡിങ്ങനെ ഇതിൻ്റെ ഒരു സൈഡെല്ലാം വീടുകൾ, തനിയായ കുട്ടനാടൻ കാഴ്ച. കുറേ വള്ളങ്ങളും വലകളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു കാണാൻ. പിന്നിപ്പോൾ അവധി ആയതുകൊണ്ട് അധികം വള്ളവും വലയൊന്നും കാണുന്നില്ല, യാത്രക്കാരും ഇല്ല. ഞാനൊരു യാത്രക്കാരൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ആ തോണിക്കാരൻ അതിൻ്റെ ഇടയ്ക്കൂടെ പോകുന്ന പോക്കണോ? നമ്മളിങ്ങോട്ട് വന്ന ഒരു വഴി ഉണ്ടോ? നമുക്ക് ഇനിയും നടക്കാനാണെങ്കിൽ ഇത് കണ്ടോ, ഇങ്ങനെ അങ്ങ് നടക്കാം കേട്ടോ. ഇവരുടെയൊക്കെ ഇത് കേട്ടോ, ഇതിനോട് ചേർന്ന് തന്നെ എല്ലാ സംവിധാനങ്ങളും. നടക്കുവാനാണെങ്കിൽ ഇനിയും ഒരുപാട് നടക്കാനുണ്ട്. കാറ്റൊക്കെ കൊണ്ട് വൈകുന്നേരം ആകുമ്പോൾ ഇല്ല നടക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് നമുക്ക് കൂടി വരുവേ. കാരണം എന്താണെന്നറിയോ, നല്ല ഇളം കാറ്റടിക്കുന്നുണ്ട് ആ കായലിൽ നിന്ന് ഇങ്ങോട്ട്. ഇവിടെ എല്ലാം വെള്ളം കയറി കിടക്കുന്ന നോക്കി. ഇവരെല്ലാം വീടിൻ്റെ പടിക്കലായിട്ട് ഇങ്ങനെ ബോട്ട് കെട്ടി പോലെയാണ്. അവർക്കെല്ലാം വള്ളവും തോണിയൊക്കെ കാണും. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് നടക്കുക കേട്ടോ. ഞാനിങ്ങനെ ആലോചിക്കുവാണേ, ഇവിടെ ഈ വെള്ളമൊക്കെ കൂടുതലായിട്ട് കയറി വന്നു കഴിഞ്ഞാൽ എന്നാ ചെയ്യുമല്ലേ? അങ്ങനെ കൂടുതലില്ലായിരിക്കും വെള്ളം അല്ലേ, ഒരു ലിമിറ്റിനൊക്കെ വെള്ളം കയറി വരുവുള്ളായിരിക്കും. ഇവിടെ ഇങ്ങനെ നിന്നാലേ ഈ കായലിൽ നല്ല കാറ്റാണ് കേട്ടോ. നല്ല കുളിർമയുള്ള കാറ്റിങ്ങനെ വരുന്നുണ്ടേ. ചെറിയ ഓളങ്ങളൊക്കെ വെയിലത്തിങ്ങനെ തിളങ്ങി വരുന്നുണ്ടോ. പാലത്തിൻ്റെ മുകളിൽ കൂടെ ഒരു KSRTC ബസ് പോകുന്നുണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ളൊരു വീട്. ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ഈ വീട്ടിലെ സാറുമായിട്ട് സംസാരിച്ചായിരുന്നു. പുള്ളി വീഡിയോയ്ക്ക് വന്നില്ലേ. ഞാനിവിടെ അന്വേഷിച്ചായിരുന്നേ, നമ്മളെ നെടുമുടി വേണിച്ചേട്ടൻ്റെ വീടൊക്കെ അന്വേഷിച്ചായിരുന്നു. അപ്പോൾ ഇവിടെ അല്ലെന്നാണ് പറഞ്ഞത്. നെടുമുടി വേണിച്ചേട്ടൻ്റെ വീട് എവിടെയാ? ഇല്ല അല്ലേ? നെടുമുടി വേണു, നെടുമുടി നെടുമുടി വേണിച്ചേട്ടൻ ഇല്ലെന്നാണ് അവർ പറയുന്നത് കേട്ടോ. തിരിച്ചു വരുന്ന വഴി ഇവിടത്തെ കാഴ്ചകളുണ്ടോ. പിന്നെ ഞാനിവിടെ ഉള്ളവരോട് ചോദിച്ചായിരുന്നു നമ്മളെ ഈ നെടുമുടി വേണിച്ചേട്ടൻ്റെ വീട് എവിടെയാണേ. അപ്പോൾ ആ പാലം കണ്ടോ, നമ്മൾ ആദ്യം വണ്ടി ഇറങ്ങിയില്ലേ, ആ ഒരു ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ മറ്റോ പോകുന്ന വഴിക്കാണ് നെടുമുടി വേണിച്ചേട്ടൻ്റെ വീടൊക്കെ ഉള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നില്ല കേട്ടോ. കാണാമോയെന്നറിയത്തില്ല. ആ ഒരു ബോട്ട് അവിടുത്തെ ആ ബോട്ട് കെട്ടിയിൽ, നെടുമുടി ബോട്ട് കെട്ടിയിലേക്ക് ഒരു ബോട്ട് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പാലത്തിനടിയിൽ കൂടെ കാണാമോ? ചെറുതായിട്ട് കാണാം. ഇതൊരു വലിയ ബോട്ടാണല്ലോ. അങ്ങനെ നമ്മൾ തിരിച്ച് നെടുമുടി ജംഗ്ഷനിലെത്തിയേ. ഞാൻ പെട്ടെന്ന് വിചാരിച്ചു നമ്മുടെ വണ്ടി എങ്ങനെ ഇവിടെ വന്ന് കിടക്കുന്നത് നോക്കിയേ, അതുപോലെ തന്നെയുള്ള വണ്ടിയല്ലേ. അപ്പം നെടുമുടി ജംഗ്ഷൻ, ഇനിയിപ്പം ഏതെങ്കിലും ബസ് വന്നാൽ അതിന് കയറി പോകണം. ഇവിടെ എല്ലാം കടകളെല്ലാം അടവാട്ടോ. ഒരിടത്തും ഒരു കടയും തുറന്നിട്ടില്ല. നമ്മൾ ശരിക്കും ഇന്ന് ഈ നെടുമുടി ഭാഗത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടി തന്നെയാണ് വന്നത് കേട്ടോ. കാരണം ഞാൻ ഒരുപാടായിട്ട് വിചാരിക്കുന്നു ഈ ഭാഗത്തൂടെയും കൂടെ ഒന്ന് വരണമെന്ന്. ഇന്നാണ് അതിനൊരു ശരിയായ രീതിയിലൊരു അവസരം കിട്ടിയത്. ദുഃഖ വെള്ളിയാഴ്ച ആണെന്നൊരു ഉള്ളൊരു കുഴപ്പമുണ്ടായിരുന്നുള്ളൂ. കുറേ ആൾക്കാരെയും കൂടെയൊക്കെ വീഡിയോയിൽ വന്നേനെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ. കുഴപ്പമില്ല, നമുക്ക് ഈ സ്ഥലങ്ങൾ കാണുന്നതാണല്ലോ മെയിനായിട്ടുള്ളൊരു കാര്യം. ഓരോ സ്ഥലത്തിൻ്റെ ഓരോ കാഴ്ചകൾ, അതാണല്ലോ നമ്മുടെ ഒരു മെയിൻ പരിപാടി എന്ന് പറയുന്നത്. അപ്പം ഇവിടെ വന്നപ്പം ഞാൻ വിചാരിച്ച പോലെയല്ല, നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. ഇവിടെ ഒരുപാട് കാഴ്ചകളുണ്ട്. ഈ വെള്ളവും കരയും വീടുകളും അതിന് നടുക്കൂടെ പോകുന്ന ഈ റോഡും ഒക്കെ ആയിട്ട് കണ്ടിട്ട് എല്ലാവർക്കും
ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. അപ്പം കൂടുതലായിട്ട് ഒരുപാട് കാര്യങ്ങളിപ്പം പറയാനില്ല. ഞാനിപ്പോൾ ഇങ്ങനെ ഓപ്പോസിറ്റ് തിരിഞ്ഞു വെച്ചാൽ അവിടെ നിന്നാണ് ഇപ്പോൾ കയ്യിൽ ഇങ്ങോട്ടടിക്കുന്നത്. ഇത്ര നേരം നേരെ ഓപ്പോസിറ്റായിരുന്നു. അപ്പം തൽക്കാലം നമ്മൾ വീഡിയോ ഈ ഭാഗം കൊണ്ടൊക്കെ അങ്ങ് നിർത്തുവാണ്. ഭംഗിയുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാവേ.